നമസ്കാരം. കൊച്ചിക്കാരൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് തന്നെ പുതിയ പുതിയ വിവാദങ്ങൾ ഉണ്ടാക്കാനാണ് നമ്മുടെ സുരേഷ് അണ്ണൻ്റെ ശ്രമം. സുരേഷ് അണ്ണൻ നമ്മുടെ സുരേഷ് ഗോപിനെ കുറിച്ചാണ് ഈ പറഞ്ഞു വരുന്നത്. ഏകദേശം 75,000 വോട്ടോടുകൂടി കടുത്ത ഭൂരിപക്ഷത്തോടു കൂടി തന്നെ തൃശ്ശൂർ വിജയിച്ചു. തൃശ്ശൂരുള്ള ജനത അങ്ങ് കൊടുത്തു. തൃശ്ശൂർ അങ്ങ് കൊടുത്തു. അതങ്ങ് സന്തോഷത്തോടെ ഏറ്റുവാങ്ങി. ഇനി തൃശ്ശൂർ എൻ്റെ നെഞ്ചത്തും തലയിലും കൊണ്ട് നടക്കുമെന്നൊക്കെയാണ് നമ്മുടെ സുരേഷ് ഏട്ടൻ പറയുന്നത്. എന്തെങ്കിലുമൊക്കെ ആവട്ടെ, തലയിലോ നെഞ്ചത്തോ എവിടെയെങ്കിലും കൊണ്ട് നടക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞതൊന്നും വേറൊന്നുമില്ല. ഇപ്പോൾ കുറച്ച് മണിക്കൂറുകളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ, സുരേഷ് ഗോപിയുടെ ഒരു വീഡിയോ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഡ്രൈവറെ തല്ലുന്ന ഒരു വീഡിയോ. അപ്പോൾ അതെൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ നിങ്ങൾ ചില ആൾക്കാർ ഇത് കണ്ടിട്ടുണ്ടാവാം, കാണാത്തവരുണ്ടാവാം. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്തായാലും നമുക്ക് ആ ഒരു വിഷ്വല് കണ്ടിട്ട് വരാം. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടല്ലോ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എന്തായാലും സുരേഷ് ഗോപി തമാശയ്ക്ക് തല്ലിയതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ മുഖഭാവം കണ്ടാൽ തന്നെ അറിയാം, വളരെ രോഷത്തോടു കൂടിയാണ് അദ്ദേഹം ആ ഡ്രൈവറെ തല്ലിയിട്ടുള്ളത്. തമാശയ്ക്ക് നമ്മൾ ചില ആളുകൾ നിർത്തടേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തല്ലാറുണ്ടല്ലോ. അങ്ങനെയല്ല, ആ വീഡിയോ കണ്ടാൽ നമുക്ക് വ്യക്തമായിട്ട് അറിയാം, വളരെ രോഷത്തോടു കൂടി തന്നെയാണ് സുരേഷ് ഗോപി ആ ഡ്രൈവറെ തല്ലിയിട്ടുള്ളത്. അപ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു കീഴ് ജീവനക്കാരനെ തല്ലാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയെ തല്ലാൻ എന്ത് അവകാശമാണ് ഉള്ളത്? അതിപ്പോൾ സുരേഷ് ഗോപി എന്നല്ല, ആരായാലും, MP ആയാലും MLA ആയാലും മന്ത്രി ആയാലും ആരായാലും ഒരു വ്യക്തിയെ തല്ലാനുള്ള അവകാശമില്ല. എന്നാൽ സുരേഷ് ഗോപി ഇത് പബ്ലിക്കായിട്ടാണ് തല്ലിയിട്ടുള്ളത്. ഇത്രയും മീഡിയാസ്, ഇത്രയും ക്യാമറാസ് നോക്കി നിൽക്കേ സുരേഷ് ഗോപി ഈ ഒരു വ്യക്തിയെ തല്ലിയിട്ടുണ്ടെങ്കിൽ അതിന് ഒരു നടപടി എടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. മനുഷ്യാവകാശ കമ്മീഷൻ സ്വയം കേസെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ സുരേഷ് ഗോപി ആ വ്യക്തിയോട് പബ്ലിക്കായിട്ട് മാപ്പ് പറയണം. ഇതാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റിൽ രേഖപ്പെടുത്താം. ഇനിയിപ്പോൾ സുരേഷ് ഗോപി തല്ലിയതല്ല, അദ്ദേഹം എന്താ പറയുക, സന്തോഷത്തോടു കൂടി കൊടുത്തതാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിശ്വസിച്ചോളാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റിൽ രേഖപ്പെടുത്തുക.